നിങ്ങൾ അശക്തനായ കുട്ടി എന്ന ഇമേജ് മാറ്റി ഒരു പവർഫുൾ ഡോമിനേറ്റിംഗ് മെയിൽ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കമൻറ്റ് ഇഫ് ഇറ്റ്സ് എ യെസ് ഓർ നോ. 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ സുപ്പീരിയോറിറ്റി കാണിക്കുന്നത് അവരുടെ ശക്തി ഉപയോഗിച്ചാണ്. ആരാണോ അവരുടെ ശക്തി ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ കീഴടക്കുന്നത് അവരെ ചുറ്റുമുള്ളവർ ബഹുമാനിക്കുക മാത്രമല്ല, അവരുടെ മുൻപിൽ തലകുനിക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മസിൽ, അതുപോലെ ബോഡിയുള്ള ആൾക്കാരുടെ മുൻപിൽ മറ്റുള്ളവർ തലകുനിക്കുമായിരുന്നു. പെൺകുട്ടികൾ പോലും അവരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാനുള്ള കഴിവുള്ളതിനാൽ ഈ ആൺകുട്ടികളുടെ പുറകിലായിരിക്കും. എന്നാൽ പാവപ്പെട്ട അശക്തരായ ആൺകുട്ടികൾക്ക് ഒത്തിരി ഹ്യൂമിലേഷൻ അനുഭവിക്കേണ്ടി വരുന്നു. കാരണം അവരെ പെൺകുട്ടികൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒരു ഹെൽത്തി ആൻഡ് ഫിറ്റായ ബോഡി പവറിനെ മാത്രമല്ല സിംബലൈസ് ചെയ്യുന്നത്, മറിച്ച് ആ വ്യക്തിയുടെ ഡിസിപ്ലിൻ, സ്മാർട്ട് മൈൻഡ് കൺട്രോൾ, പിന്നെ ഹാർഡ് വർക്കിനെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ കാരണങ്ങളാലാണ് എസ്തെറ്റിക് ബോഡിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ ഉടനെ ആകർഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അധികം ആരെയും ഇംപ്രസ് ചെയ്യാനുള്ള എഫേർട്ടും എടുക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുൻപിൽ ആൾക്കാർ സ്വയം തലകുനിച്ച് ബഹുമാനിക്കുക ആണുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇക്കൂട്ടരുടെ മുൻപിൽ ശബ്ദം ഉയർത്തുന്നതിന് മുൻപ് 1000 തവണ ചിന്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഒരു എസ്തെറ്റിക് ഫിസിക് ചാമിങ് ലുക്ക് ഉണ്ടാക്കി മറ്റുള്ളവരുടെ വായ അടുപ്പിക്കണമെന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ജിമ്മിലും പോകാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ സയൻറ്റിഫിക്കലി അട്രാക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് ഫിസിക് നേടിയെടുക്കാൻ സാധിക്കും. തയ്യാറാണെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ തുടരുക. ഏതൊരു ബോഡിയെയും ട്രാൻസ്ഫോം ചെയ്യുന്നതിനായി 3 റൂൾസ് ആണുള്ളത്. നമ്പർ 1 ഡയറ്റ്, നമ്പർ 2 വർക്കൗട്ട്, നമ്പർ 3 റെസ്റ്റ്. പക്ഷേ ഇവയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം. സയൻറ്റിഫിക്കലി നമ്മുടെ ബോഡി 3 ടൈപ്സിലാണുള്ളത്: എക്ടോമോർഫ്, എൻഡോമോർഫ്, പിന്നെ മെസോമോർഫ്. ഇതിൽ എക്ടോമോർഫിൽ വരുന്ന ആൾക്കാർ സത്യത്തിൽ എന്ത് കഴിച്ചാലും വെയിറ്റ് ഗെയിൻ ചെയ്യില്ല. എൻഡോമോർഫ് അതുപോലെ തന്നെ. മെസോമോർഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ വളരെ എളുപ്പത്തിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം ഇവരുടെ ബോഡിയിൽ ഫാസ്റ്റ് സ്റ്റോറേജ് കുറച്ച് കൂടുതലാണ്. അതായത് വെയിറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം ഇവർ വണ്ണമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ബോഡി ടൈപ്പിൽ നിന്ന് മാറി ഒരു എസ്തെറ്റിക് ബോഡി സ്വന്തമാക്കുന്നതിനായി ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ വേസ്റ്റായിട്ട് വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. കാരണം മസിൽ ഗ്രോ ചെയ്യുന്നതിനായി പ്രോട്ടീൻ അത്യാവശ്യമാണ്. പിന്നെ ഓരോ ദിവസവും 60 ഗ്രാം പ്രോട്ടീനെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ പുതിയ ബോഡിയുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രോപ്പർ വർക്കൗട്ടിനെ കൊണ്ടേ സാധിക്കൂ. വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയമായിരിക്കും ഏതൊക്കെ എക്സസൈസാണ് ചെയ്യേണ്ടത് എന്നത്. അതായത് രാവിലെ ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്, വീട്ടിലിരുന്നാണോ അതോ ജിമ്മിൽ പോയാണോ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പലതരം സംശയങ്ങൾ. പക്ഷേ ഇതിനു മുൻപ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ഓവർലെ മസിലർ ബോഡിയല്ല ഉണ്ടാക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ ലുക്സിനെ വളരെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ബോഡി ഷേപ്പാണ് ആവശ്യം. ഇതിനായി നിങ്ങൾ എനർജൈസ് ഫീൽ ചെയ്യൂ, അങ്ങനെ ചാമിങ് ആയി കാണപ്പെടൂ. ഈ ഒരു കാര്യത്തിനായി നിങ്ങൾ ഒരു സയൻറ്റിഫിക് റൂട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതിലാദ്യമായി വരുന്നത് പുഷ് ഡേ, പിന്നെ പുൾ ഡേ, അതിനുശേഷം ലെഗ് വർക്കൗട്ട് ഡേ. അതായത് മൺഡേ പുഷ് ഡേ, ട്യൂസ്ഡേ പുൾ ഡേ, പിന്നെ വെനസ്ഡേ ലെഗ് വർക്കൗട്ട് ഡേ, പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു റൂട്ടീൻ ആവർത്തിക്കുക. സൺഡേ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ്. അത് വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. പുഷ് ഡേ കുറിച്ച് പറയുകയാണെങ്കിൽ മൺഡേ ഒരു തേങ്ങ പൊട്ടിച്ച് ഈ ഒരു വർക്കൗട്ടിൻ്റെ ആരംഭം കുറിക്കുക. എന്നിട്ട് ഏതാണ്ട് 30 മിനിറ്റോളം ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നിങ്ങളുടെ അപ്പർ ബോഡിയെ ഷാർപ്പ് പിന്നെ ഷേപ്പ് ചെയ്യുന്നു. ഈ ഒരു വർക്കൗട്ടിൽ മൊത്തം 4 എക്സസൈസാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് പുഷപ്പ്. പുഷപ്സ് നിങ്ങളുടെ അപ്പർ ബോഡി, ചെസ്റ്റ് തുടങ്ങിയവയ്ക്ക് മസ്കുലർ ഷേപ്പ് നൽകുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നു. ഇനി ഇവ ചെയ്യുമ്പോൾ പ്രോപ്പർ ഫോമിലാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇതിൻ്റെ 3 സെറ്റാണ് ചെയ്യേണ്ടത്. 5 സ്റ്റെപ്പ് വെച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ ഇത് 15 റെപ്സ് ആക്കി ഇൻക്രീസ് ചെയ്താൽ മതിയാകും. നമ്പർ 2 ബെഞ്ച് ഡിപ്സ്. ഈ ഒരു എക്സസൈസിന് നിങ്ങൾക്കൊരു ചെയറാണ് വേണ്ടത്. ചെയറിൻ്റെ സീറ്റിൽ കൈകൾ വെച്ച് സിറ്റപ്പ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭാരമുള്ള വെയ്റ്റ്സും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ട്രൈസെപ്സിനെ പിന്നെ ചെസ്റ്റിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു. 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5 റെപ്സ് വെച്ച് തുടങ്ങാവുന്നതാണ്. അങ്ങനെ 15 റെപ്സ് വരെ എത്തിക്കാവുന്നതുമാണ്. നമ്പർ 3 ലാറ്ററൽ റേസ്. ഇത് നിങ്ങളുടെ ഷോൾഡറിന് പിന്നെ ബാക്കിന് ഒരു ഷാർപ്പ് വൈഡ് പിന്നെ എസ്തെറ്റിക് ലുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഇവയൊക്കെ നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റിയെ ഒരു സിഗ്മ മെയിലിനെ പോലെ ഡോമിനേറ്റ് ആക്കി മാറ്റുന്നു. ഇനി ഒരു ബാഗിൻ്റെ ആവശ്യമാണുള്ളത്. അതിൽ പുസ്തകം, കല്ല് പോലുള്ള കനം കൂടിയ വസ്തുക്കൾ ഇടുക. അങ്ങനെ ഈ ഒരു രീതിയിൽ ഇതിനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ തോളുകളെ കുറച്ച് കനമുള്ള ഇങ്ങനത്തെ പ്രവൃത്തികളിലൂടെ ആക്ടിവേറ്റ് ചെയ്യൂ. ഇതും മറ്റ് എക്സസൈസിന് അത്ര തന്നെ അളവിൽ ചെയ്താൽ മതിയാകും.
നമ്പർ 4, ഓവർഹെഡ് വെയ്റ്റഡ് ക്രഞ്ചസ്. നിങ്ങളുടെ കോർ സ്ട്രോങ്ങും മെച്ചപ്പെട്ടതും ആക്കുന്നതിനാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഇതിനായി താഴെ കിടന്നുകൊണ്ട് നിങ്ങളുടെ കൈകാലുകളെ തൊടേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കഴിയുന്നതിനനുസരിച്ച് കൈകളിൽ വെയ്റ്റ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിലിനെയും ക്യാരി ചെയ്യാവുന്നതാണ്. ഇതും 3 സെറ്റ്, 5 തുടങ്ങി 15 റെപ്സ് എന്ന രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടേക്ക് റിസൾട്ട് 7 മുതൽ 15 ദിവസത്തിനകം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി പുൾ ഡേ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ 5 എക്സസൈസാണ് പ്രധാനമായും ഉള്ളത്. നമ്പർ 1, പുള്ളപ്സ്. ഈ ഒരൊറ്റ എക്സസൈസ് നിങ്ങളുടെ ട്രൈസെപ്സിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ബാക്ക് മസിൽസ് സ്ട്രോങ് ആൻഡ് വൈഡ് ആക്കി മാറ്റുന്നു. തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇൻവേർട്ടഡ് റോ ഉള്ള സിമ്പിൾ എക്സസൈസിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അങ്ങനെ സ്ട്രെങ്ത് ഡെവലപ്പ് ആകുമ്പോൾ പുള്ളപ്പിലേക്ക് പോകാവുന്നതാണ്. ഇതിനും ടോട്ടൽ 5 സെറ്റ്സ് ആണുള്ളത്. ഇതിൽ ഓരോന്നിലും 10 മുതൽ 15 റെപ്സ് ആണ് ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ വീട്ടിൽ ഒരു പുള്ളപ്പ് ബാർ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ബെൻഡ് ഓവർ നൗ. ഇത് നിങ്ങളുടെ മിഡ് ബാക്കിനെ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് ഒരു സൊല്യൂഷനാണ്. ഭാരമുള്ള വസ്തുക്കൾ കയ്യിൽ പിടിച്ച് കുനിഞ്ഞു നിന്ന് അവയെ നിങ്ങളുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതാണ്. നമ്പർ 3, വൺ ഹാൻഡ് ഷ്രഗ്സ്. ഇത് ചെയ്യുന്നതിനായി ഒരു കൈയിൽ കനമുള്ള ഏതെങ്കിലും വസ്തുക്കളോ, ഉദാഹരണത്തിന് ബാഗോ എന്തെങ്കിലും പിടിച്ച് ആ കൈ മുകളിലേക്ക് വലിക്കുക. ഇത് നിങ്ങൾക്ക് 3-4 സെറ്റുകൾ ചെയ്യാവുന്നതാണ്. നമ്പർ 4, ഹാമർ കേൾസ്. ഈ വ്യായാമത്തിലും നമ്മൾ ഹാമറിന് പകരം ബാഗാണ് ഉപയോഗിക്കുക. നിങ്ങളുടെ ബൈസെപ്സിന് ഒരു ഫിനിഷിംഗ് നൽകുന്നതിന് ഇത് സഹായിക്കും. ഇതിന് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, 2 കൈകളും ചേർത്ത് കനമുള്ള വസ്തു പിടിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. നമ്പർ 5, ഓവർഹെഡ് ക്രഞ്ചസ്. പുഷ് ഡേയിൽ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെയും ആവർത്തിക്കുക. നമ്പർ 3, ലെഗ് ഡേ. കാലുകൾ ശക്തമാക്കുന്നതിനായി 2 തരം വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്പർ 1, ബോഡി വെയ്റ്റ് സ്ക്വാറ്റ്. വാസ്തവത്തിൽ മുഴുവൻ ശരീരത്തിനും ഗുണം നൽകുന്ന ഒരു വ്യായാമമാണിത്. നമ്പർ 2, സൈഡ് ലെങ്സ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കോർ, അതായത് ABS കൂടുതൽ ശക്തമാകുന്നു. ഇനി സർപ്രൈസ് എന്താണെന്ന് പറയാം. ഒരാഴ്ച മുഴുവൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഞായറാഴ്ച ബ്രേക്ക് എടുക്കുക എന്നതാണ് സർപ്രൈസ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പോസസ് എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനൊരു ബ്രേക്കിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നിങ്ങൾ ആഴ്ച മുഴുവൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോവുകയും റിക്കവർ ആവാതെ വരികയും ചെയ്യാം. ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമാത്രമല്ല, കഠിനമായ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ഒരു ദിവസം അവധിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ മസിൽസ് റിലാക്സ് ആവുന്നു. അതിലൂടെ മസിൽ ഗ്രോത്തും ഉണ്ടാകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിലും മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്